ശബ്ദം നല്ലതാണെന്ന് ഒരുപാട് പേര് പറഞ്ഞിട്ടുണ്ട്. പക്ഷേ ആ ശബ്ദം ഉപയോഗിച്ചുകൊണ്ട് പ്രൊഡക്റ്റീവായിട്ട് ഒന്നും ചെയ്യാൻ സാധിച്ചിട്ടില്ല എന്ന് ചിന്തിക്കുന്ന ഒരാളാണോ നിങ്ങൾ? അതും അല്ലെങ്കിൽ നിങ്ങളുടെ ശബ്ദം ഉപയോഗിച്ച് ഒരു മികച്ച വോയിസ് ഓവർ ആർട്ടിസ്റ്റ് ആവണം, അല്ലെങ്കിൽ ഒരു ആങ്കർ ആവണം, ആർജെ ആവണം, ഇങ്ങനെയൊക്കെ ആഗ്രഹിക്കുന്ന ഒരാളാണോ നിങ്ങൾ? അങ്ങനെയാണെങ്കിൽ നിങ്ങൾക്ക് വേണ്ടിയിട്ടുള്ളതാണ് വോയിസ് ബഡ്ഡിയുടെ വോയിസ് ഓവർ മാസ്റ്റർ ക്ലാസ്. സെപ്റ്റംബർ 7-ാം തീയതി കോഴിക്കോട് വെച്ചാണ് നമ്മുടെ മൂന്നാമത്തെ പ്രോഗ്രാം സംഘടിപ്പിക്കുന്നത്. ഈ ഒരു ക്ലാസ്സിൽ നമ്മൾ ഹാഫ് ഡേയിൽ വരുന്നത് വോയിസിൽ മാത്രം ഫോക്കസ് ചെയ്തുകൊണ്ട് വോയിസിൻ്റെ ഹെൽത്ത് ആൻഡ് ഹൈജീൻ, സംസാരിക്കുന്ന സമയത്ത് നമ്മൾ അനുഭവിക്കുന്ന പലതരത്തിലുള്ള ബുദ്ധിമുട്ടുകൾ എങ്ങനെ പരിഹരിക്കാം തുടങ്ങിയിട്ടുള്ള കാര്യങ്ങൾ സ്പീച്ച് ലാംഗ്വേജ് പാത്തോളജിസ്റ്റിൻ്റെയും അതുപോലെ തന്നെ എൻ്റെ നേതൃത്വത്തിലുള്ള ഒരു ക്ലാസ് ആയിരിക്കും. ഉച്ചയ്ക്ക് ശേഷം ശബ്ദമേഖലയുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള സാധ്യതകൾ എന്തൊക്കെയാണ്, എങ്ങനെ നമുക്ക് അവിടേക്ക് കടന്നു വരാം, എന്തൊക്കെ കാര്യങ്ങളാണ് അതിന് ചെയ്യേണ്ടത്, നമ്മൾ ഈ കേൾക്കുന്ന പരസ്യങ്ങളുടെ പോഡ്കാസ്റ്റിൽ, യൂട്യൂബിൽ, പലയിടങ്ങളിലും കേൾക്കുന്ന വോയിസ് ഓവർ എങ്ങനെയാണ് നമുക്ക് ചെയ്യാനായിട്ട് പറ്റുക, ഈ തുടങ്ങിയ കാര്യങ്ങളെല്ലാം ഇൻക്ലൂഡ് ചെയ്തുകൊണ്ടുള്ള ഒരു വൺ ഡേ പ്രോഗ്രാമാണ് വോയിസ് ബഡ്ഡിയുടെ വോയിസ് ഓവർ മാസ്റ്റർ ക്ലാസ് ആൻഡ് വോയിസ് മാസ്റ്റർ ക്ലാസ്. അപ്പോൾ നിങ്ങൾക്കിതിൽ താല്പര്യമുണ്ടെങ്കിൽ, നിങ്ങളുടെ ജീവിതത്തിലെ ഒരു ദിവസം നിങ്ങളുടെ ശബ്ദത്തിനും നിങ്ങളുടെ കരിയറിന് വേണ്ടി മാറ്റിവെക്കാൻ നിങ്ങൾ തയ്യാറാണെങ്കിൽ ഇത് നിങ്ങൾക്ക് ഹൈലി യൂസ്ഫുൾ ആയിരിക്കും. അപ്പോൾ മറക്കണ്ട, സെപ്റ്റംബർ 7-ാം തീയതിയാണ്. ഈ പ്രോഗ്രാമിന് പങ്കെടുക്കാൻ താല്പര്യമുള്ളവർ താഴെ കാണുന്ന നമ്പറിൽ വാട്സപ്പിൽ ഒരു മെസ്സേജ് അയച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്കൊരു വാട്സപ്പ് ഗ്രൂപ്പിൻ്റെ ലിങ്ക് വരും. അതിൽ ജോയിൻ ചെയ്ത് കഴിഞ്ഞാൽ അതിലൂടെ നിങ്ങൾക്ക് ഡീറ്റെയിൽഡ് ആയിട്ടുള്ള കാര്യങ്ങൾ ഞാൻ ഷെയർ ചെയ്യുന്നതാണ്. അപ്പോൾ മറക്കണ്ട, നിങ്ങളുടെ ശബ്ദം മെച്ചപ്പെടുത്താനും അവതരണം ആകർഷകമാക്കി മാറ്റുന്നതിനും നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ, നല്ലൊരു വോയിസ് ഓവർ ആർട്ടിസ്റ്റ് ആവണം, നല്ലൊരു പ്രസംഗകനാവണം, നല്ലൊരു ലീഡർ ആവണം, ഇങ്ങനെയൊക്കെ നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇത് ഗുണം ചെയ്യും. അപ്പോൾ മറക്കണ്ട, സെപ്റ്റംബർ 7.